അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിഹാബ് ഷോറ്റൂരാണ്. 2 ദിവസമായിട്ട് വീഡിയോയിലൊന്നും വരാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനൊരു യാത്ര ഞാൻ പുറപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത്, എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ എൻ്റെ സുഹൃത്തുക്കളോ അല്ലാതെ മറ്റാരും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വർഷം പേപ്പർപരമായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാനും, നമ്മൾ കടന്നു പോകേണ്ട ഓരോ രാജ്യങ്ങളുടെ പേപ്പറുകൾ ശരിയാക്കാനും, അതത് എംബസികളിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവരോട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ ഭാഗത്തു നിന്നുള്ളത് കേട്ടു, എൻ്റെ ഭാഗത്തു നിന്നുള്ളത് അവരോട് ഞാൻ പറഞ്ഞു. എന്നതിന് ശേഷം ഒരു ദിവസം കാണുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവ്വർ അലി തങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവിടുന്ന് നിർദ്ദേശിച്ച ഒരു ദിവസം എൻ്റെ മനസ്സിന് സന്തോഷത്തോടെ ഞാൻ ആ ദിവസം ഏറ്റെടുക്കുകയും അങ്ങനെ ജൂൺ 2, 2022 ജൂൺ 2-ാം തീയതി ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഏകദേശം വീട്ടിൽ നിന്നിറങ്ങി 5-ാമത്തെ മാസമാണ്. 3300 ചില്ലറ, 3300-നേക്കാൾ കുറച്ച് കിലോമീറ്റർ നടന്ന് ഏകദേശ കണക്ക് പ്രകാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് പഞ്ചാബ് വാഗ ബോർഡറിലാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് പ്രയത്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടാണ് ഇങ്ങനൊരു യാത്രക്ക് ഞാൻ പുറപ്പെട്ടത്. ഇതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. തികച്ചും ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒറ്റക്ക് യാത്ര ചെയ്യണം, ഒറ്റക്ക് യാത്ര ഇറങ്ങേണ്ടി വരും, ഒറ്റക്ക് യാത്ര ചെയ്യേണ്ടി വരും എന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയതും എല്ലാം. പല ആളുകൾക്കും പലതും പറയാം. സോഷ്യൽ മീഡിയയാണ്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. എല്ലാം ശരി തന്നെ. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് പറയാനും ശ്രമിക്കാത്തോടത്തോളം കാലം നമ്മുടെ നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അവർ മാധ്യമധർമ്മം നിർവഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വിഷയം മറ്റവൻ ചെയ്യുന്നതിനേക്കാൾ 1 മിനിറ്റ് മുമ്പ് ചെയ്താൽ ഇതിന് കൂടുതൽ വ്യൂസ് അല്ലെങ്കിൽ അതൊരു ട്രെൻഡിങ്ങിൽ കയറും എന്നുള്ളൊരു വിഷയമാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് ചാട്ടം എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും യൂട്യൂബ് ചാനൽ പോലത്തെ ആളുകൾക്കൊക്കെ സ്വാഭാവികമാണ്. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ആ വിഷയമായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ പഞ്ചാബ് വാഗ ബോർഡറിൽ വന്ന് ഏകദേശം 1.5 മാസം കഴിഞ്ഞു. 2 മാസം, ഇന്നത്തോടെ 2 മാസമായി ഞാൻ പഞ്ചാബ് വാഗ ബോർഡറിൽ നിൽക്കും. അൽഹംദുലില്ലാ, ഇതുവരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു പ്രശ്നങ്ങളും എനിക്കില്ല. 3300-ൽ പരം കിലോമീറ്റർ നടന്ന് വന്നിട്ടും റാഹത്താണ് ഇതുവരെ. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകാം, അവിടുന്ന് പറയരുതെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച കാര്യങ്ങളുണ്ടാകാം. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു രാജ്യക്കാരനാണ്, മറ്റൊരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ പോലെ ഒരുപാട് വർഷത്തെ യാത്ര ചെയ്ത എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്ത എക്സ്പീരിയൻസോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ എണ്ണപ്പെട്ട 3-4 രാജ്യങ്ങൾ മാത്രമേ യാത്ര ചെയ്തൊരു മനുഷ്യനാണ്. ശ്രീലങ്ക, UAE, സൗദി അറേബ്യ പോലത്തെ 3 രാജ്യങ്ങളിലെ ഞാൻ ആകെ യാത്ര ചെയ്തിട്ടുള്ളൂ. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു ഞാൻ തിരഞ്ഞെടുത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യങ്ങളൊക്കെ എനിക്കെന്നും പുതിയതാണ്. ഇന്ത്യ കഴിഞ്ഞു പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി എന്നിങ്ങനെ 6 രാജ്യങ്ങളിലൂടെയാണ് എൻ്റെ യാത്ര ഞാൻ പ്ലാൻ ചെയ്തത്. അതിനെക്കുറിച്ച് പഠിച്ചു. തീരദേശ മേഖലകളിലൂടെ യാത്ര ചെയ്യേണ്ട രാജ്യങ്ങൾ അത് തിരഞ്ഞെടുത്തു. പൂർണ്ണമായും മാനുവലായിട്ടാണ് എൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെൻ്റെ നാട്ടുകാർക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും എൻ്റെ കൂട്ടുകാർക്കും അറിയാൻ പറ്റും.
ഇതിനെക്കുറിച്ച് പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ പല മേഖലകളിൽ ഞങ്ങൾ പഠനങ്ങൾ നടത്തി. ആദ്യം ഞങ്ങൾ പഠിച്ചത് റൂട്ട് മാപ്പായിരുന്നു. മാനുവലായിട്ട് ഞങ്ങൾ റൂട്ട് തയ്യാറാക്കിയെന്ന് മാത്രമല്ല, ഒരു ദിവസം എത്ര ദൂരം നമ്മൾ നടക്കും, അതിനനുസരിച്ച് നമുക്ക് താമസിക്കാനുള്ള പെട്രോൾ പമ്പുകളും പള്ളികളും അമ്പലങ്ങൾ ഗുരുദ്വാരകൾ എല്ലാം നമ്മൾ ഇത് പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓരോ രാജ്യത്തും നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി എന്നുള്ള രാജ്യങ്ങളിലൂടെയൊക്കെ ഇത്ര കിലോമീറ്റർ ഇന്ന ബോർഡർ വഴി പാസ് ചെയ്യണം, ഇന്ന ബോർഡർ വഴിയാണ് നമുക്ക് എമിഗ്രേഷൻ കിട്ടുന്നത്, അതിലൂടെ യാത്രക്കാർക്ക് അനുവദനീയമാണോ, ഇതെല്ലാം പഠനം നടത്തിയതിന് ശേഷം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതും ഡൽഹിയിൽ പോയിട്ട് എല്ലാ എംബസികളുടെയും അനുവാദം വാങ്ങിച്ച് അവിടുത്തെ പേപ്പറുകൾ ശരിയാക്കി എല്ലാം കയ്യിൽ കരുതിയിട്ട് ഏകദേശം ഒരു 700-750 ഗ്രാം തൂക്കം വരുന്ന ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ. അത് ഇന്നും ഇന്നലത്തെ ഡോക്യുമെൻ്റ് അല്ല, ഡേറ്റുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് വരെയുള്ള ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിലെ 3000 കുടുംബങ്ങൾ അടങ്ങുന്ന മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഏകദേശം 27,000-ഓളം ഞാൻ അറിഞ്ഞിടത്തോളം പോപ്പുലേഷൻ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നെ പാകിസ്ഥാനിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പേപ്പർ വന്നത്. ഇൻവിറ്റേഷൻ വന്നു, അഫിഡവിറ്റ് തയ്യാറാക്കി പാകിസ്ഥാൻ ഹൈക്കോടതി സീല് വെച്ച പേപ്പർ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ. പാകിസ്ഥാൻപരമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷന് ഒരു വിസക്ക് നമുക്ക് വേണ്ടത് അത്രമാത്രമാണ്. ഒരു വ്യക്തിയുമായിട്ടൊരു ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആണോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണോ, പോലീസ് കേസുകളും ക്ലിയറൻസും PCC ക്ലിയർ ആണോ, നമുക്ക് പാകിസ്ഥാൻ വിസ അനുവദിക്കും. എനിക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞ വിസ എനിക്ക് ഈ സമയമാകുമ്പോൾ ഡോക്യുമെൻറ്റേഷനൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് എല്ലാ രാജ്യത്തിൻ്റെതും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ ഇന്നും പറയുന്നു. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. വ്യാഖ്യാനിക്കുന്നവർക്ക് പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം. വിസ എല്ലാം കയ്യിൽ അട്ടി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയതെന്ന് പറയാം. അതൊക്കെ അവരുടെ സ്വന്തം താല്പര്യത്തിനും ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പല രീതിയിലും അതിനുപയോഗിക്കാം. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ദീനിനെ വിറ്റിട്ടാണ് ഇത്രയും ദൂരം കാൽനടയായിട്ട് വന്നത്. ദീനിനെ വിറ്റ് സമ്പാദിച്ചു, ദീനിനെ വിറ്റ് ഫോളോവേഴ്സിനെ നേടി എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള വിവാദങ്ങൾ എനിക്കെതിരെ ഇന്നല്ല, ഇതിപ്പോൾ ഇന്നാണ് ഈ പാകിസ്ഥാൻ്റെ വിഷയങ്ങളും ചർച്ചയും വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുത്തതുമൊക്കെ ഇന്നത്തെ സാഹചര്യത്തിലല്ലേ. ഇതിന് 4 മാസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ പിന്തുടരുന്ന ഒരു കൂട്ടം തന്നെ, ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതൊക്കെ ഞാൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ അനുഭവിക്കണം. പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്ന ശിഹാബ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കൂടെ നാട്ടിലൂടെ ബാഗും എടുത്ത് വന്ന് ബാഗ് കാറിൽ വെച്ച് വന്ന് ഒരു ശിഹാബ്, അല്ലെങ്കിൽ നടക്കുന്ന വീഡിയോസ് കണ്ട് കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് കണ്ട് ആ ഒരു ശിഹാബിനെ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. ഒരു യാത്ര, ഇങ്ങനത്തെ ഇത്രയും ഗൗരവപരമായ ഒരു യാത്ര, ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു ശിഹാബിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് അങ്ങനെ മനസ്സിലാക്കി പറയേണ്ട ഒരു ഉത്തരവാദിത്വ ബോധമൊന്നും നമുക്ക് ആർക്കും വേണമെന്നൊന്നും ഞാൻ പറയുന്നല്ല. അങ്ങനെ ഒരു നന്നാക്കി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നന്മ മാത്രം പറഞ്ഞിട്ടോ ഒന്നും ആർക്കും ഒന്നും നേടാനോ എന്നെക്കുറിച്ച് അങ്ങനെ പറയണമെന്നും അല്ല ഞാൻ പറയുന്നത്. ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയാമെന്ന് വെച്ചാൽ നമുക്ക് വിളിച്ച മാധ്യമങ്ങൾ എനിക്ക് പറയാം. എൻ്റെ ന്യൂസ് പബ്ലിഷ് ചെയ്ത് കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും എൻ്റെ ന്യൂസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് അതിൻ്റെ സത്യം മനസ്സിലാക്കി പബ്ലിഷ് ചെയ്യുന്ന എണ്ണപ്പെട്ട കുറച്ച് മാധ്യമങ്ങളുണ്ട്. അവരുടെ പേര് ഞാൻ അഭിമാനത്തോടെ എടുത്ത് പറയാൻ കാരണം എന്നെ അവർ നേരിട്ട് വിളിച്ചതാ. സുപ്രഭാതം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചന്ദ്രിക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ദേശാഭിമാനി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മീഡിയ വൺ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മംഗളം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് അറിഞ്ഞ സമയത്ത്, ഈ പാകിസ്ഥാൻ്റെ ന്യൂസ് അറിഞ്ഞ സമയത്ത് വിസ നിഷേധിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി എന്നെ ഈ 5 മാധ്യമങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജെന്യുവിനായിട്ട് വാർത്തകൾ കൊടുക്കുന്ന ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ, യൂട്യൂബേഴ്സ് ഉണ്ട്. അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അവരതിൻ്റെതായ രീതിയിൽ അതിനെ പബ്ലിഷ് ചെയ്തു. മീഡിയ വൺ പോലത്തെ ചാനലുകൾ എല്ലാ കാര്യവും എല്ലാ സമയത്തും എന്നോട് നേരിട്ട് വിളിച്ച് അന്വേഷിക്കുന്ന ഒരു ചാനലാണ് ചന്ദ്രിക, മീഡിയ വൺ, മംഗളം, ഈ 3 ചാനൽ. സുപ്രഭാതം പത്രം എന്നും എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരു പത്രമാണ്.
ദേശാഭിമാനി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഈ ഒരു വിഷയത്തിൽ, സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. അതല്ലാത്ത മറ്റു മാധ്യമങ്ങളിൽ പലതും ഞാൻ പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ക്ഷമിക്കണം. മറ്റു മാധ്യമങ്ങളൊക്കെ കാള പെറ്റു എന്ന് പറയുന്ന സമയത്ത് കയറെടുത്തോടുന്ന ഒരവസ്ഥ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. പാകിസ്ഥാനിലെ ഒരു പൗരൻ, ഞാൻ പാകിസ്ഥാനിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം മതവിശ്വാസി, ഇസ്ലാം മതവിശ്വാസി, എന്നെ അറിയുന്ന ഒരു, ഞാൻ ഷിഹാബ് ചോറ്റൂർ ഇങ്ങനെ ഒരാൾ ഇന്ത്യയിൽ നിന്ന് മക്കയിലേക്ക് നടന്നു പോകുന്നു, ഇന്ത്യ മുഴുവൻ നടന്നു വന്ന് പാകിസ്ഥാൻ അതിർത്തി വാഗ ബോർഡറിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് അറിയുന്ന ഒരു വ്യക്തി എൻ്റെ സമ്മതമില്ലാതെ, തീർത്തും ഞാൻ പറയുന്നത് എൻ്റെ സമ്മതമോ എൻ്റെ അറിവോ ഞാനുമായി ഒരു ഫോൺ കോളിൽ ഒരു സലാം പറഞ്ഞ ബന്ധം പോലും ഇല്ലാത്തൊരു വ്യക്തി, താജ് എന്നു പേരുള്ളൊരു വ്യക്തി, ന്യൂസിൽ നമ്മൾ അറിഞ്ഞിടത്തോളം എനിക്ക് വേണ്ടി പാകിസ്ഥാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കും. എന്തുകൊണ്ട് ഷിഹാബ് നേരം എഴുതുന്നു, എന്തുകൊണ്ട് ഷിഹാബിന് വിസ അനുവദിക്കുന്നില്ല എന്ന തരത്തിൽ ബഹുമാനപ്പെട്ട പാകിസ്ഥാൻ കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. തീർച്ചയായിട്ടും കോടതിയിൽ നിന്ന് വിസ അനുവദിക്കുമെന്നൊരു ന്യൂസ് ഞാൻ ഫസ്റ്റാണ്, ഹൈക്കോടതിയിലാണ് നമുക്ക് വിസ തരൽ ഒരു രാജ്യത്തിൻ്റെ എന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ മാധ്യമങ്ങളുടെ വാർത്തകളൊക്കെ കേട്ട സമയത്താണ് ഞാനത് മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എംബസിയും എമിഗ്രേഷൻ സെൻറ്ററും അല്ലെങ്കിൽ ഹൈ കമ്മീഷനിലൊന്നും എനിക്ക് ആദ്യം തന്നെ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. നേരിട്ട് കോടതിയിൽ ഒരു ഹർജി കൊടുത്താൽ മതി, അവിടെ നിന്നാണ് വിസ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ. ഒരു രാജ്യവും ഹൈക്കോടതി വിസ കൊടുക്കുന്നുള്ളത് ഞാൻ പുതിയ അറിവാണ്. അങ്ങനെ വാർത്തകൾ വന്നു, ഷിഹാബ് ചോറ്റൂരിൻ്റെ വിസ നിഷേധിച്ചു, പാകിസ്ഥാൻ കയറാൻ, പാകിസ്ഥാൻ ഷിഹാബിനെ ആട്ടി ഓടിച്ചു, ഒരുപാട് തലക്കെട്ടുകളിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായി. ഞാനും ഒരു 12:30 മണിക്കാണ് ഞാൻ ഈ ന്യൂസ് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം ഞാനത് ഫസ്റ്റ് എനിക്ക് വന്ന ആ ഒരു ആളിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം അവർ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു ന്യൂസിൽ വന്നതാണ്, പാകിസ്ഥാൻ പരമായിട്ടുള്ളൊരു ന്യൂസിൽ വന്നതാണ്. ന്യൂസ് എനിക്ക് കിട്ടി. ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, താജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഷിഹാബിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഹർജി, ലാഹോർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. അയാൾക്ക് ഷിഹാബുമായിട്ടൊരു ബന്ധവുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജി തള്ളി. അതായത് ഈ ഹർജി കൊടുത്ത ഹർജി ഞാനുമായിട്ടൊരു പവർ ഓഫ് അറ്റോർണി, ഞാനുമായിട്ടൊരു ബന്ധവും ഇല്ല എന്ന വ്യക്തമായ ബോധ്യം കോടതിക്ക് അയാൾക്ക് ഇല്ലാത്തതുകൊണ്ട് അയാളുടെ ഹർജിയാണ് കോടതി തള്ളിയത്. അത് നേരെ തലതിരിച്ചു, കേട്ട പാതി കേൾക്കാത്ത പാതി മാധ്യമങ്ങൾ ട്രെൻഡിങ് ന്യൂസിൽ കയറി. അന്നത്തെ ദിവസം മുഴുവൻ 2 ദിവസമായിട്ട് അത് മാത്രമാണ് മാധ്യമങ്ങളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ന്യൂസുകൾ, ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് വ്യൂസുകളുള്ള ഒരുപാട് ന്യൂസുകളായി മാറി. ഷിഹാബ് ചോറ്റൂരിന് പാകിസ്ഥാൻ വിസ നിഷേധിച്ചു എന്നായിരുന്നു തലക്കെട്ട്. ഒറിജിനൽ വന്ന ആ ഇംഗ്ലീഷിലുള്ള വാർത്ത നമ്മൾ കേട്ടതാണ്. അതിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തിയുടെ ഹർജിയാണ് നിഷേധിച്ചത്. ഷിഹാബുമായിട്ടൊരു ബന്ധമോ ഷിഹാബിൻ്റെ ഒരു പ്രൂഫോ സബ്മിറ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇയാളുടെ ഹർജി നിഷേധിച്ചു എന്നത് സത്യം തന്നെ ആയിരിക്കാം. അതങ്ങനെ വാർത്ത വന്നു, ഞാനും ആ വാർത്ത കണ്ടതാണ്. പക്ഷെ നേരെ തല തിരിച്ച് ഷിഹാബിൻ്റെ വിസ നിഷേധിച്ചു, ഷിഹാബിനെ പാകിസ്ഥാൻ ആട്ടി ഓടിച്ചു. ഇനി പാകിസ്ഥാൻ സ്വപ്നങ്ങളിൽ മാത്രം. ഒരുപാട് തലക്കെട്ടുകളിൽ ന്യൂസുകൾ വന്നു, ഓൺലൈൻ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ഷിഹാബിന് വിസ നിഷേധിച്ചു പാകിസ്ഥാൻ ഹൈക്കോടതി, ലാഹോർ ഹൈക്കോർട്ടിൽ നിന്ന് തലക്കെട്ടിൽ നമ്മളൊക്കെ വാർത്ത കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന കാര്യം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ പിന്നിലെടുത്ത എഫേർട്ട് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലായൊരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. എൻ്റെ റബ്ബിനും എനിക്കും അല്ലാതെ ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഇത് ഇങ്ങനെ ഒരു കാര്യം പോസിബിൾ ആക്കാൻ വേണ്ടി ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒഫീഷ്യലായിട്ട് എനിക്ക് ഒരു കാര്യങ്ങളും പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ഒരിക്കലും പബ്ലിഷ് ചെയ്യരുതെന്നുള്ള കർശനമായ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പബ്ലിഷ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനും നിന്നില്ല. ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു. ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന ഖാദിർ കരിപ്പൊടി എന്ന പബ്ലിക് കേരള ന്യൂസിൽ ഞാനൊരു ന്യൂസ് കണ്ടു. ആ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ അതിന് വേണ്ടപ്പെട്ടവരോട് അനുവാദം ചോദിച്ചിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. യദു നാരായണൻ എന്നൊരു യൂട്യൂബർ, ഒരു ചാനലിൻ്റെ, ഓൺലൈൻ ചാനലിൻ്റെ ആൾ, നിരന്തരം എൻ്റെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. സത്യാവസ്ഥകൾ പഠിച്ച് മനസ്സിലാക്കി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെട്ട്
വിവരങ്ങൾ കളക്ട് ചെയ്ത് ന്യൂസ് ചെയ്യുന്ന ഒരാളാണ് യദു നാരായണൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം. വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പലപ്പോഴും ഞാൻ എങ്ങനെ ഇവർക്ക് എൻ്റെ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് ഞാൻ പോലും ആശ്ചര്യപ്പെട്ടൊരു ഓൺലൈൻ മാധ്യമമാണ് യദു നാരായണൻ. അതിലും ഞാൻ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് നമ്മളെക്കുറിച്ച് അറിയണം, അതായത് എൻ്റെ വായിൽ നിന്ന് എൻ്റെ ഒഫീഷ്യലായിട്ട് അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ട് എന്നുള്ള നിലക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അനിവാര്യമായൊരു ഘടകമായതുകൊണ്ടും 7 ദിവസം എൻ്റെ ചാനലിൻ്റെ എന്തോ ഒരു പ്രശ്നം കണ്ടു. 7 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഇന്നാണ് അത് ഇത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം വന്നത്. അപ്പോൾ ഇന്ന് ഡേറ്റ് 26 നവംബർ 2022 8:41 AM ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു, പബ്ലിക് കേരള എന്നൊരു ന്യൂസും യദു നാരായണൻ എന്നൊരു ന്യൂസും പിന്നെ ഒന്ന് രണ്ട് നമ്മൾ സത്യാവസ്ഥ വിളിച്ച് അന്വേഷിക്കുന്ന മീഡിയ വൺ പോലത്തെ, ചന്ദ്രിക, ദേശാഭിമാനി, സുപ്രഭാതം പത്രങ്ങൾ പോലത്തെ ഒരുപാട് ജെന്യുവിനായിട്ടുള്ള വാർത്തകൾ അന്വേഷിച്ചു കൊടുക്കുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അല്ലാതെ മറ്റുള്ള മാധ്യമങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ എന്നോട് നേരിട്ട് വിളിച്ച് അന്വേഷിച്ച ഈ മാധ്യമങ്ങളൊക്കെ എൻ്റെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. അവരെന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. വിസ ശരിയായാൽ ഞങ്ങൾ ആദ്യം അറിയിക്കണമെന്ന് പറയാറുണ്ട്. ഈ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത വന്ന സമയത്ത് അതിനൊരു ട്രെൻഡിങ് ആക്കിയെടുത്ത് പബ്ലിഷ് ചെയ്യാനുണ്ടായത്. ഒരു മാധ്യമങ്ങളെയും ഞാൻ കുറ്റം പറയുന്നില്ല. അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്വാതന്ത്ര്യത്തിലോ അവർക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും പടച്ചുവിടാം. അത് സോഷ്യൽ മീഡിയ ആകുമ്പോൾ എൻ്റെ ഭാഗത്ത് സംസാരിക്കാൻ എനിക്ക് ആളുകളുണ്ടാവും, അവരുടെ ഭാഗത്ത് സംസാരിക്കാൻ അവർക്ക് ആളുകൾ. എന്ത് കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും 10 വിരലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 സ്വഭാവമുള്ളതായിരിക്കാം. അതിൽ ചിലപ്പോൾ പൈസ ആഗ്രഹിച്ചു കൊണ്ട് വീഡിയോ ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒരാളെ അടിച്ചമർത്തണം, ആക്ഷേപിക്കണം എന്ന് ആഗ്രഹിച്ച് വീഡിയോ ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒരാളെ പരിഹസിക്കണം, ട്രോളണം എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരുണ്ടാവാം. എല്ലാ രീതിയിലുള്ള ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും അടിച്ചാക്ഷേപിക്കലുകൾക്കും ഒക്കെ ഇരയായൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ ഒരു കാര്യം പറയണമെന്നത് അനിവാര്യമായൊരു ഘടകമായതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ കറക്റ്റായി വളരെ ഒരു വിശദീകരണത്തോടു കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ മനസ്സിലേക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് വിഷം കുത്തിക്കയറ്റി അല്ലെങ്കിൽ നമ്മളെ തളർത്താൻ പറ്റുമെന്ന് നോക്കുന്ന ഒരു സംഘം തന്നെ ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുദാഹരണമാണ് തുർക്കിയിൽ കിടക്കുന്ന കമ്പനി വരെ ഇടപെട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്നത് അറിഞ്ഞിട്ടും ഈ വ്യക്തി ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അവർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാത്തതോ ഒരു വ്യക്തിയുമായിട്ട് ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടല്ല ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കുടുംബം അൽഹംദുലില്ലാ സേഫാണ്. അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള സോഴ്സ് വരെ കണ്ടെത്തിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ ബാധ്യതകളും തീർത്ത് ഒരു യാത്രയാണിത്. ഇത് യാത്ര ചെയ്യുന്നവൻ്റെ ഒരു മനസ്സിലുള്ള ഒരു അനുഭൂതി, അത് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഹജ്ജ് എൻ്റെ ലക്ഷ്യമാണ്. ഈ ഹജ്ജിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കേണ്ടതുണ്ടാവാം. ഒരു പക്ഷേ ലോകം മൊത്തം എന്നെ ബാൻ ചെയ്തേക്കാം. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പടച്ചവൻ്റെ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം അതെല്ലാം നടക്കും. അതൊക്കെ ശരി തന്നെ. പക്ഷേ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടാനുള്ള ഒരു മനസ്സ് ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ എപ്പോഴും ഞാൻ ഈ ഒരു മനസ്സും ഈ ഒരു പല രീതിയിലുള്ള ആയതിൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് എനിക്കിതൊന്നും ഒരു പുതിയ സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മിണ്ടാതിരുന്നത്. എന്നിട്ട് തന്നെ ട്വിറ്ററിൽ ഞാൻ ട്വീറ്റ് ചെയ്തിരുന്നു, ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അതിനെ എതിർത്തിട്ട് ഖാദിർ കരിപ്പടി പബ്ലിക് കേരള ഒരു സ്വാഭാവികമായിട്ടും ഒരു മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു വികാരം പ്രകടിപ്പിച്ചപ്പോൾ അതിനുകൂടി ഒരു വിശദീകരണം എന്ന നിലക്കാണ് ഞാൻ എൻ്റെ വിസ ഒരിക്കലും പാകിസ്ഥാൻ ഹൈക്കോടതി നിഷേധിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഹൈക്കോടതിയുമായിട്ട് ഞാൻ എൻ്റെ വിസക്കോ വല്ല ഹർജിക്കോ ഞാൻ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പാകിസ്ഥാൻ എനിക്ക് വിസ തരൂല എന്ന് പറഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഹർജി കൊടുക്കേണ്ടതും കോടതിയിൽ സമീപിക്കേണ്ടതും എമിഗ്രേഷൻ അങ്ങനെയൊക്കെ വിഷയങ്ങളുള്ളൂ. ഏത് രാജ്യമായാലും അങ്ങനെ തന്നെയല്ലേ. അങ്ങനെ ഒരു ആവശ്യം, അങ്ങനെ ഒരു അവസരം എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാഹചര്യത്തിൽ ഖാദിർ കരിപ്പൊടി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ സുഹൃത്താണ്, ഞാനുമായി നേരിട്ട് ബന്ധമില്ല, അവരെ എന്നും ഫോളോ ചെയ്യുന്ന ജെന്യുവിനായിട്ടുള്ള ന്യൂസുകൾ ഒരുപാട് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന, നിരന്തരം അവരുടെ വീഡിയോ കാത്തിരുന്ന് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, അതായത് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വളരെ ആർജവത്തോടു കൂടി അവതരിപ്പിക്കുന്ന അവരുടെയൊക്കെ ഒരു ന്യൂസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ.
അപ്പോൾ അവരിൽ നിന്ന് എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അതൊരു വിശദീകരണം കൊടുക്കുക എന്നുള്ള നിലക്കാണ് എൻ്റെ വിസയല്ല നിഷേധിച്ചത്. ആ വ്യക്തി സ്വയം താല്പര്യത്താൽ കൊടുത്ത ഹർജി അത് കോടതി ഞാനും അയാളുമായിട്ടൊരു ബന്ധമില്ല, എൻ്റെ ഒരു പ്രൂഫ് പോലും സബ്മിറ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് പരിഗണനയിൽ വെച്ചില്ല, അത് നിരസിച്ചാണ് ചെയ്തത് പാകിസ്ഥാൻ ലാഹോർ ഹൈക്കോടതി. എൻ്റെ വിസ ആപ്ലിക്കേഷൻ നിരസിച്ചിട്ടില്ല, അപ്പോൾ വിസ ക്യാൻസൽ ചെയ്തിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടത് ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്ക് ടൂറിസ്റ്റ് വിസയാണ് പാകിസ്ഥാൻ അനുവദിച്ചത്, അതല്ല എനിക്ക് വേണ്ടത്. അതിനു വേണ്ട എല്ലാ ഡോക്യുമെൻറ്റും എൻ്റെ കയ്യിലുണ്ട്, അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് പാകിസ്ഥാൻ ട്രാൻസിറ്റ് വിസ 14 ദിവസമാണ് ട്രാൻസിറ്റ് വിസ കാലാവധി. പക്ഷേ എൻ്റെ യാത്രയ്ക്ക് 56 ദിവസമാണ്. ഞാൻ 46 ദിവസത്തെ യാത്രയും 10 ദിവസത്തെ വിശ്രമവുമടക്കം 56 ദിവസത്തെ ഒരു വിസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നും വെയിറ്റ് ചെയ്യുന്നു. ഇതൊന്നും നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും 99.9% വരെ പ്രയത്നിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം, കോൺഫിഡൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഓൺലൈനിലുള്ള പേര് വെളിപ്പെടുത്താത്ത ആളുകളുണ്ടല്ലോ, സ്വയം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത ആളുകളാണ് നമുക്കിതിൽ ഒരു 10 ലക്ഷം ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടാൽ ഒരു 300 400 അല്ലെങ്കിൽ ഒരു 1000 ഏറിപ്പോയാൽ ഒരു 10,000 കമൻറ്റുകൾ ഉണ്ടാവും. അതിലൊരു 30 40 50 100-ൽ കുറഞ്ഞ കമൻറ്റുകൾ എപ്പോഴും നമുക്ക് നെഗറ്റീവ് അയക്കാം. അത് ഞാൻ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും വളരെ സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ഈ നെഗറ്റീവ് അടിക്കുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ എനിക്ക് കൂടുതൽ ഇതിലേക്ക് പ്രവർത്തിക്കണം, ഇനിയും തളരാതെ മുന്നോട്ട് പോകണമെന്ന ഒരു ആർജം എൻ്റെ മനസ്സിലൊരു ഊർജ്ജം നൽകിയിട്ടുള്ളത് എപ്പോഴും ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകളാണ്. അവരുടെ വീഡിയോസൊന്നും ഞാൻ കാണാറില്ല, പക്ഷേ എൻ്റെ വീഡിയോയിൽ വരുന്ന ചില കമൻറ്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉൾക്കൊള്ളാൻ പലരും തയ്യാറാവാറില്ല. എന്നിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കട്ടുകൾ മാത്രം എടുത്ത് വീഡിയോ ചെയ്യാനും പ്രചരിപ്പിക്കാനും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് അവർ പറയും വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു ഒരു പ്രശ്നവുമില്ല, പക്ഷേ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഇങ്ങനെ വന്ന് പറയും എന്ന് പറയുമ്പോൾ ജെന്യുവനായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും ക്ഷമിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ട് ഞാനൊരു റിക്വസ്റ്റാണ്, നിങ്ങൾ എങ്ങനെ ചെയ്താലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ പ്രതികരിച്ചത് കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് തന്നെ മനസ്സിന് വലിയ വിഷമം തോന്നിയൊരു കാര്യമാണ്. ഞാനൊരു വേണ്ടാത്തൊരു പരാമർശം നടത്തി. അത് ബാങ്ക് കൊടുക്കുമ്പോൾ ഓരിയിടുന്ന കുറുക്കനെ പോലെയാണ് എനിക്ക് എൻ്റെ വീട്ടുകാരെ വിമർശിക്കുന്ന, എൻ്റെ ഉമ്മയോ ഉപ്പയും പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ കുടുംബമായി മരണപ്പെട്ടവരെ പോയി വിളിച്ച് തെറി പറയുന്ന ആളുകൾ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് മനസ്സിലാക്കാതെ എൻ്റെ മുഖം കണ്ടാൽ, എൻ്റെ കണ്ണ് കണ്ടാൽ ദേഷ്യം കടിച്ചമർത്താൻ കഴിയാത്ത ഒരുപാട് ആളുകൾ അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കും. പല പാവപ്പെട്ടവരും അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് അവർ വിജയിക്കും അതിൽ. കാരണം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാൻ വിജയിക്കുക എന്നുള്ളത് വളരെ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല. അത് വളരെ എളുപ്പം. സത്യം, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം അതിൻ്റെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ഒരു പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. മറ്റുള്ളവരെ ബോധ്യം. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ എനിക്കൊരുപാട് കോളുകൾ വരാറുണ്ട്. നമ്പർ വരെ മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ കോളുകൾ വരുന്ന ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അവർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, പാകിസ്ഥാൻ പരമായിട്ട് വിസ കിട്ടിയോ, എന്നാണ് കടക്കുന്നത്, ഡേറ്റാണ് എന്നോട് ഏറ്റവും കൂടുതൽ, എന്നാണ് പാകിസ്ഥാനിലേക്ക് വരുന്നത്, എന്താണ് ഇതിൻ്റെ പ്ലാൻ. അപ്പം ഞാൻ പറയും, എനിക്കത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ തീർത്തും നമ്മളത് പറയാൻ പാടില്ല, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാനൊരു ഇൻസ്റ്റഗ്രാം ആക്കി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊന്നും എനിക്ക് തോന്നുന്ന ഒരു 100 വ്യക്തികളുള്ള ഒരു ഗ്രൂപ്പ് ഒരേ സമയത്ത് ഒരു റിപ്പോർട്ടോ ഒരു കാര്യങ്ങളോ കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ. അന്ന് ഇൻസ്റ്റഗ്രാം 7 പ്രാവശ്യം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയോ കിടക്കുന്ന കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്ത് തിരൂർ താലൂക്കിലെ ചോറ്റൂര് എന്ന ഒരു ആരും അറിയപ്പെടാത്ത ഒരു ചെറിയ സ്ഥലത്ത് കിടക്കുന്ന ഷിഹാബ് എന്നൊരു വ്യക്തി, പേര് കേട്ട ഒരു കമ്പനിയിലുള്ള ആളുകളടക്കം ഇടപെട്ട്, അല്ലെങ്കിൽ ഹാക്കർമാർ ഇടപെട്ടിട്ട് ഇന്ത്യയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ സഹായത്തിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വരെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഒരു പക്ഷേ ഞാനൊരു കണ്ണിൽ കരടായിരിക്കാം. അത് ഒരു പക്ഷേ ഞാനൊരു എന്താണെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ പ്രശ്നങ്ങളാണ്. എൻ്റെ ലക്ഷ്യം അത് മക്കയാണ്.
ഈ മക്കയിലേക്ക് പോകുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഭൂമിയോട് തൊട്ടറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിന് പ്രയത്നിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച വഴിയിലൂടെ പോകാൻ കഴിയുമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ ഹൈർ. ലോങ് ടൈം വിസ, പല രാജ്യത്തും ലോങ് ടൈം വിസ കയ്യിലുള്ള മനുഷ്യനാണ് ഞാൻ. അതായത് ലോങ് ടൈം വിസ എന്ന് വെച്ചാൽ നമുക്ക് പുതുക്കാൻ പറ്റിയ വിസ കയ്യിലുള്ളൊരു മനുഷ്യനാണ് ഞാൻ. പുതിയ രാജ്യങ്ങളിലൂടെയാണ് ഞാൻ ഇതുവരെ പ്രവേശിക്കാത്ത പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത് എന്നീ 4 രാജ്യങ്ങൾ ഇനിയും എനിക്ക് പോകാനുള്ളത് പുതിയ രാജ്യങ്ങളാണ്. ഞാൻ അവിടെ പോയി എനിക്ക് പരിചയമില്ല. സൗദി അറേബ്യയിൽ ഞാൻ 6 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വേറെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. 6 വർഷം സൗദി അറേബ്യയിൽ നിന്ന് എനിക്ക് ഈ യാത്രക്ക് ആ ഒരു എക്സ്പീരിയൻസ് പോരാ, അല്ലാത്ത ഒരുപാട് നോളജ് വേറെ അറിയേണ്ടതുണ്ട്. അതും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു വ്യക്തിയെ അടിച്ചമർത്താൻ എപ്പോഴും ഒരുപാട് ആളുകളുണ്ടാവും. അവർ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അതിന് നമുക്ക് സമയമില്ല. കാരണം ട്രോളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, കളിയാക്കലുകളും പരിഹാസ്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതൊക്കെ എനിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. മാനസികമായിട്ടോ ഇപ്പം ഞാൻ ഈ പറയുന്ന കള്ളത്തരങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനികളുമായിട്ടോ ഒന്നും എനിക്ക് ഒരു മാനസികമായിട്ടോ ഒരു വിഷമമില്ല. എനിക്ക് ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞ വ്യക്തികൾ ഒരു പക്ഷേ അവരിലും നെഗറ്റീവുകളും പോസിറ്റീവുകളും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ അല്ല. ഞാൻ എന്നെ പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഈ വീഡിയോക്ക് പൂർണ്ണ ക്രെഡിറ്റ് ഖാദിർ കരിപ്പൊടി, യദു നാരായണൻ എന്ന് പറയുന്ന ഈ 2 വ്യക്തികൾക്കാണ്. അവരുടെ 2 പേരുടെയും വീഡിയോ പൂർണ്ണമായും ഇരുന്ന് കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ പല ആളുകളും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നിൽ നിന്ന് എന്നതടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൂർണ്ണമായ വിശദീകരണം ഞാൻ അതിൻ്റെ വേണ്ടപ്പെട്ടവരോട് ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ പേരിൽ ഇനി ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാത്രമല്ല, ഒരു കാര്യം എനിക്ക് വളരെ വിഷമത്തോടെ പറയേണ്ട ഒരു കാര്യം, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയ ഞാൻ ഒരിക്കലും ഒരാളെ പോലും യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ എൻ്റെ കൂടെ കൂട്ടിയിട്ടില്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കോഴിക്കോട് വെച്ച് ആയിരിക്കാം ഒരു പക്ഷെ ആളുകൾ കൂടി തുടങ്ങിയത്. അതുവരെ കുറച്ച് ആളുകൾ, എനിക്കറിയില്ല ഇത് എവിടെ വെച്ചാണ്. ഞാൻ പലപ്പോഴും അവരോട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ ലൈവ് ചെയ്യരുത്. അതിൻ്റെ പേരിൽ പോലീസ് അടിച്ച ആളുകൾ 1-2 ആളുകൾ, ഒരു ഹിന്ദു സഹോദരനുണ്ട്, നമ്മളെ സുഹൃത്തായിരുന്ന, പേര് എനിക്ക് ഓർമ്മയില്ല, എവിടെ സിംഗപ്പൂര് സൈക്കിളിൽ പോകുന്ന ഒരു വ്യക്തി. പിന്നെ വേറൊരു ഏട്ടനുണ്ടായിരുന്നു, ഒരു തോമസോ അങ്ങനെ എന്തോ ഒരു ഏട്ടനുണ്ടായിരുന്നു. അവർ പോലീസ് അടി വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് പോലീസ് അവരുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് ഞാൻ ഇടപെട്ടിട്ടാണ് അത് തിരിച്ചു വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഇത് ഒരാൾ ഞാൻ കൂടെ കൂട്ടിയതല്ല. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കൊക്കെ ഊഹിക്കാനും മനസ്സിലാക്കാനുള്ളതുള്ളൂ. ഒരു കാര്യം നടക്കുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ടാകും, നമുക്ക് ആളുകൾ കൂടും, അതിനെ പബ്ലിഷ് ചെയ്യാനും അതിനെ റെക്കോർഡ് ചെയ്യാനും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അത് നമ്മളൊരാൾ നിർത്തുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എനിക്ക് ഇവിടെ എന്നെ കാണാൻ വരുന്ന ആളുകളെ വരെ എനിക്ക് വേണ്ട എന്ന് പറയാൻ. 2 നേരം ഇവിടെ ഈ ആഫിയ സ്കൂളിൽ ആളുകൾ വരാറുണ്ട്. ഒരുപാട് പേരോട് എനിക്ക് കടപ്പാടും നന്ദിയുണ്ട്. അത് വേറെ വശം. ഈ യൂട്യൂബേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കാം, ഒരാളെയും ഞാൻ കൂടെ കൂട്ടിയിട്ടില്ല. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും വരുമാനമോ അവർക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കിട്ടുക അല്ലെങ്കിൽ ഫോളോവേഴ്സ് കിട്ടുക, അതൊക്കെ അവർ മുൻകണ്ട് അവർ ചെയ്യുന്നതായിരിക്കാം. ഞാൻ അവരോട് പോകാൻ പറഞ്ഞ സമയത്ത് ഇന്ത്യയുടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ റോട്ടിലൂടെ നടക്കാൻ നിൻ്റെ അനുവാദം വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തി വരെ എൻ്റെ കണ്ണുകൊണ്ട്, ഞാൻ ഈ വായ കൊണ്ട് ഞാൻ കളവ് പറയാനില്ല, സത്യം ഞാൻ പറയുന്നത്. ഈ റോട്ടിലൂടെ നടക്കാൻ നിൻ്റെ അനുവാദം വേണ്ട എന്ന് പറഞ്ഞ യൂട്യൂബറെ എനിക്കറിയാം. അവരൊക്കെ ഇന്ന് എനിക്കെതിരെ, അവർ 40, 50, 60 ദിവസത്തോളം വീഡിയോ ചെയ്തിട്ട് ഇന്ന് എനിക്കെതിരെ വീഡിയോ ചെയ്ത അവർ കഴമ്പുള്ളടുത്ത് പിടിക്കുന്ന. അപ്പോൾ അന്ന് എൻ്റെ കൂടെ നടന്ന് ചിരിച്ച് കളിച്ച് നിന്ന ആളുകൾ, പിന്നെ ഇത് നമുക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ലാഭമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളോടൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു വഴിയുണ്ട്. ഒന്നാമത്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വഴികാട്ടിയായ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അസ്വബ്റു വന്നുസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാൻ്റെ പകുതിയാണ്. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. നമ്മൾ ക്ഷമിക്കുക.
ഈ രണ്ട് വാക്കുകളും എപ്പോഴും എൻ്റെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. എതിർപ്പുകളൊക്കെ ഉണ്ടാകാം, അതൊക്കെ സ്വാഭാവികം. ഇന്ന് എനിക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ടോ അതുപോലെ മറ്റുള്ളവർക്കും അത് പറയാനും കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. തിരുത്തേണ്ടടുത്ത് ഞാൻ തിരുത്തിയിട്ടുണ്ട്, എനിക്ക് വേണ്ട തിരുത്തേണ്ടടുത്ത് ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഞാൻ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഏക പ്രോബ്ലം ഞാൻ എല്ലാ പേപ്പറുകളും ശരിയാക്കിയിട്ടാണ് ഇറങ്ങിയതെന്ന് തന്നെയാണ്. പക്ഷെ എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാനുള്ള ഒരു സാഹചര്യമല്ല എൻ്റെത്. അത് കാണിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കും. അപ്പം നിങ്ങൾക്ക് ബോധ്യമാകും അത് നമ്മുടെ ഭരണത്തിൻ്റെതും മറ്റു വരാനിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെതും അവിടുത്തെ ഹൈക്കോടതികളും പാർലമെൻറ്റും ഒക്കെ സീല് വെച്ച ഒറിജിനൽ പേപ്പറും കാര്യങ്ങളും, ഹജ്ജ് കമ്മിറ്റി, അങ്ങനെ പല രീതിയിൽ ഇത് ഒരുപാട് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യമുള്ളൊരു യാത്രയാണ്. നമ്മൾ ഇറങ്ങുന്നു, നേരം വെളുത്ത് സുബഹി നിസ്കരിക്കുന്നു, വീട്ടിൽ നിന്ന് ഞാനിന്ന് മക്കയിലേക്ക് പോകുന്നു, എനിക്കൊരു 4 മില്യൺ ഫോളോവേഴ്സ് വേണം എന്ന് പറഞ്ഞ് ഇറങ്ങിയൊരു യാത്രയല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ്, എന്നെ കേൾക്കാനുള്ളൊരു മനസ്സ് ആദ്യം നിങ്ങൾക്ക് വേണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ. എങ്ങനത്തെ ആളുകളോട്, ഈ വിമർശിക്കുന്ന ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ തെറ്റിദ്ധാരണകൾ, എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കുക. എൻ്റെ പേരിൽ സത്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. നന്നാക്കി പറയണം അല്ലെങ്കിൽ ചുരുക്കി പറയണം എന്നല്ല ഞാൻ പറയുന്നത്. ഉള്ളത് പറഞ്ഞാലും ഷിഹാബ് ചോറ്റൂർ എന്നൊരു വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഹാഷ്ടാഗ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ വഴിക്ക് ഉള്ള ജെനുവിനായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് അവസരങ്ങളില്ലേ, അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ പൂർണ്ണമായും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിയും എതിർക്കുന്നവർക്ക് സന്തോഷം, ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, എതിർക്കാം. പിന്നെ എല്ലാവരോടും സ്നേഹം മാത്രം, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ കുറ്റം പറയുന്നവരും പരിഹസിക്കുന്നവരും, പല വേഷം കെട്ടി പരിഹസിക്കുന്നവരോടും, അല്ലെങ്കിൽ എന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് കറാമത്ത് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടൊക്കെ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക്, ഞാൻ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്നെ ഒരാൾ പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിനോട് എന്നെ പൊരുത്തപ്പെടിപ്പിക്കാതെ അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കില്ല. 2 കാര്യങ്ങൾ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, അള്ളാഹുവിൽ ദൈവത്തിൽ മറ്റൊരാളെ പങ്കു ചേർത്താൽ അവൻ്റെ തൗബ സ്വീകരിക്കില്ല. 2ാമത്തെ കാര്യം, ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മാപ്പ് കൊടുക്കാതെ അള്ളാഹു താല അവന് മാപ്പ് കൊടുക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഒരു ദീനും വിറ്റിട്ട് ഞാൻ എൻ്റെ പൂർണ്ണമായ കുടുംബത്തിൻ്റെ സപ്പോർട്ടോട് കൂടി ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തൊരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. ഇപ്പോഴും പറയുന്നു, ഒരു യൂട്യൂബറെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ ഇനാം തരാൻ തയ്യാറാണെന്ന ഒരു വാർത്ത കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കും. 10 ലക്ഷം, 1 മില്യൺ ഇന്ത്യൻ മണി. ഒരു യൂട്യൂബറെങ്കിലും ഞാൻ വിളിച്ച് എൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നത് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ സമ്മാനമായി തരാൻ തയ്യാറായിട്ടാണ് ഞാനുള്ളത്. പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം, പൈസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാം, ഒരു പൈസ പോലും എൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ ചിലവഴിക്കുന്ന രീതി അത് എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ചിലവഴിക്കുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷെ അതൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എത്ര രൂപ വരുമാനം കിട്ടുന്നു, അത് എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ നമുക്കൊരാളോട് പറയാമോ? അതൊക്കെ അറിഞ്ഞാലേ സംതൃപ്തിയാകുള്ളൂ, എന്നെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുള്ളൂ എന്ന് വാശി പിടിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഞാൻ വീണ്ടും പറയാണ്, എന്നെക്കുറിച്ച് ഒരു യൂട്യൂബറെങ്കിലും ഞാൻ എൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ ഒരാളെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് അത് തെളിയിക്കുന്ന 100% സത്യമാണെന്ന് തെളിയിക്കുന്ന ആൾക്ക് 10 ലക്ഷം രൂപ ഇനാം തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ ഇത്രയും വിഷമത്തോടുകൂടെയും ഒരു വളരെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെത്. കാരണം ഞാനൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മനസ്സിനെ വിഷമിപ്പിക്കാനും അതിനെ തളർത്താനും ഒരുപാട് പേര് ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവാം, അത് സ്വാഭാവികം, ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ വളരെ വ്യക്തമായൊരു വിശകലനം തന്നു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മാനസികമായിട്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്ക് യു പബ്ലിക് കേരള ആൻഡ് യദു നാരായണൻ, മീഡിയ 1, ചന്ദ്രിക, മംഗളം, ദേശാഭിമാനി, സുപ്രഭാതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാനസം തേങ്ങും റുകൂയിലും പിന്നെ സുജൂദിലും മന്നാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായേലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞ